POKയിലെ ജനതയെ കൂട്ടക്കുരുതി ചെയ്യാൻ ഒരുങ്ങുകയാണോ പാകിസ്ഥാൻ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിൽ ഭരണഘടന ഭേദഗതി ചെയ്ത് അസീം മുനീറിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ, അസീം മുനീറിന് കൂടുതൽ പവർ നൽകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇത് അക്രമാസക്തമായ അസ്വസ്ഥതകൾക്ക് ശേഷം പാക് അധിനിവേശ കശ്മീരിൽ പ്രതിഷേധങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കെതിരെ ജൻ സി ആണ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വളരെയധികം സ്വാധീനമുള്ളതിനാൽ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരം സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ വലിയ സംഘത്തെ POKയിൽ വിന്യസിച്ചിട്ടുമുണ്ട്. വർദ്ധിച്ചു വരുന്ന ഫീസ് നിരക്കുകൾക്കും തെറ്റായ മൂല്യനിർണ്ണയ പ്രക്രിയകൾക്കുമെതിരെ പാക് അധീന കശ്മീരിലെ വിദ്യാർത്ഥികൾ സമാധാനപരമായ പ്രതിഷേധങ്ങളാണ് ആരംഭിച്ചത്. സമരം ഏറെക്കുറെ സമാധാനപരമായിരുന്നു. എന്നാൽ ഒരു അജ്ഞാത തോക്കുധാരി ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ രോഷാകുലരായി. സമാധാനമായ സമരം അക്രമാസക്തമായി. പാക് അധീന കശ്മീരിൽ വ്യാപാര കുഴപ്പങ്ങൾക്ക് അത് കാരണമായി. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കും തെറ്റായ മൂല്യനിർണ്ണയ പ്രക്രിയകൾക്കുമെതിരെ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഷഹബാസ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിന് പ്രാദേശിക ജനങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചു. പാകിസ്ഥാൻ സർക്കാർ പാക് അധീന കശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾ മനഃപൂർവ്വം കവർന്നെടുക്കുകയാണെന്നാണ് അവർ ആരോപിക്കുന്നത്. സമാധാനപരമായി നടന്ന വിദ്യാർത്ഥി പ്രക്ഷേപത്തിന് നേരെ അജ്ഞാതനായ തോക്കുധാരി വെടിയുതിർത്തൊരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. വെടിവെപ്പിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നാശനഷ്ടങ്ങൾ വരുത്തി. അവർ ടയറുകൾ കത്തിക്കുകയും തീവയ്ക്കുകയും നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പാകിസ്ഥാൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് പാകിസ്ഥാൻ സർക്കാർ സർവകലാശാലകളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിലവിൽ നിരോധിച്ചു. പാക് അധീന കശ്മീരിലെ അക്രമാസക്തമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലെ ഷഹബാസ് സർക്കാർ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് പരിധിയില്ലാത്ത അധികാരങ്ങൾ കൈമാറാൻ ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വെള്ളിയാഴ്ച പാർലമെന്റിൽ 27ാമത് ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കും. ഈ ഭേദഗതിയിലൂടെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ അധികാരം വർദ്ധിക്കും. ഈ നീക്കത്തിലൂടെ പാകിസ്ഥാൻ സൈന്യത്തിന് അപാരമായ ശക്തി ലഭിക്കും. സൈന്യത്തെ ശക്തനായ ഭരണാധികാരിയാകും. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അരികുവൽക്കരിക്കുകയും ഇത് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ ഈ ട്വീറ്റ് ഈ ഭരണഘടനാ മാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി. 27ാം ഭരണഘടനാ ഭേദഗതിക്ക് പിന്തുണ തേടി സർക്കാർ തന്നെ സമീപിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ പറഞ്ഞു. ഈ ഭേദഗതി പ്രകാരം സൈനിക മേധാവിയുടെ നിയമനവും സായുധ സേനയുടെ കമാൻഡിന്മേലുള്ള നിയന്ത്രണവും ഫീൽഡ് മാർഷൽ അസീം മുനീറിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.